അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തർബിയ മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം. റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാവരുടെ ജീവിതത്തിനും ഖൈറും ബറക്കത്തും സന്തോഷവും റാഹത്തും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. തർബിയ മീഡിയയുടെ ഒരുപാട് നല്ല അറിവുകൾ നിങ്ങളിലേക്ക് സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ആളുകളാവുകയും ഈ ചാനൽ കാണുന്നവർ ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഇൻഷാ അല്ലാഹ് എല്ലാവരിലേക്കും ഇത് ഷെയർ ചെയ്ത് നന്മയുടെ ആളുകളായി മാറാൻ ശ്രമിക്കണം. അള്ളാഹു നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മെ സംബന്ധിച്ചിടത്തോളം നാം നിസ്കരിക്കുന്നവരാണ്, നോമ്പനുഷ്ഠിക്കുന്നവരാണ്, സക്കാത്ത് കൊടുക്കുന്നവരാണ്, ഹജ്ജും ഉംറയൊക്കെ ചെയ്തവരായിരിക്കും, ചെയ്യേണ്ടവരാണ്. മറ്റൊരുപാട് പരിശുദ്ധ ദീനിൻ്റെ ഇസ്ലാമിൻ്റെ ദാനധർമ്മങ്ങളടക്കമുള്ള കർമ്മങ്ങൾ നമ്മൾ നിർവഹിക്കുന്നവരാണ്. എന്നാൽ നമ്മുടെ അമലുകൾ, നമ്മുടെ പ്രവർത്തനങ്ങൾ, നന്മയിലധിഷ്ഠിതമായ നാം ചെയ്യുന്ന ഏതെല്ലാം ആരാധനകളും ഇബാദത്തുകളും അതെല്ലാം നന്മയിലധിഷ്ഠിതമായ ഏതെല്ലാം പ്രവർത്തനങ്ങളുണ്ടോ അതെല്ലാം റബ്ബിൻ്റെ അടുക്കൽ സ്വീകരിച്ചോ ഇല്ലേ എന്ന് നമുക്കൊരാൾക്കും പറയാൻ സാധ്യമല്ല. മഹത്തുക്കൾ പറയുന്നത് കാണാം, എല്ലാ ആരാധനകൾക്കു ശേഷം നിങ്ങൾ കബൂലിയത്തിന് വേണ്ടി ദുആ ചെയ്യണം. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമും കൂടി കഅബ പുനർനിർമ്മിച്ചപ്പോൾ കഅബയുടെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതിന് ശേഷം ഉടനെ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം എന്ന് പറഞ്ഞിട്ട് സ്വീകരിക്കാൻ വേണ്ടി, ആ ചെയ്ത സൽക്കർമ്മം സ്വീകരിക്കാൻ വേണ്ടി ദുആ ചെയ്തു. ഇന്നും നമ്മൾ ഖുർആനിൽ ഇത് രേഖപ്പെടുത്തിയതാണ്. ഈ ദുആ നമ്മൾ ചെയ്യാറുണ്ട്. ഏത് നിസ്കാരങ്ങൾക്ക് ശേഷമാണെങ്കിലും ഏത് ദുആകൾക്ക് ശേഷമാണെങ്കിലും അവസാനത്തെ സമയത്ത് നമ്മൾ ഈ ഒരു ദുആ നമ്മളെല്ലാവരും ചെയ്യുന്നവരാണ്. എന്നാൽ അത് സ്വീകരിച്ചോ എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് നമ്മൾ സ്വീകരിക്കാൻ വേണ്ടി പറയുകയാണ്. എന്നാൽ നമ്മുടെ ജീവിതത്തിലെ ആരാധനകളിൽ വെച്ച് നമുക്ക് സ്വീകരിച്ചു എന്ന് പറയാൻ മാത്രമല്ല, നമ്മൾ നാളെ ആഖിറത്തിൽ പ്രതിസന്ധിയിലാകുന്ന സമയത്ത്, പ്രയാസത്തിലാകപ്പെടുന്ന സമയത്തൊക്കെ നമുക്ക് തുണയായി, ഇണയായി, നമുക്ക് വിജയമായി എത്തുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു അമലിനെ കുറിച്ചാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്നിരുന്നാലും അതിനെക്കുറിച്ചൊരു വൈഡായിട്ടുള്ളൊരു ചർച്ചയാണ് ഇവിടെ നടക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കത് ചർച്ച ചെയ്ത് ആ ഒരു റൂട്ടിലൂടെ നമുക്ക് സഞ്ചരിച്ച് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒന്നിച്ച് സുഖലോക സ്വർഗത്തിൽ സന്തോഷത്തോടെ ഉല്ലസിക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അഹ്സാബിൽ കാണാം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമൂ തസ്ലീമാ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് കാണാം, ഇന്നല്ലാഹ വമലായികതഹു, ഇന്നല്ലാഹ വമലായികതഹു, തീർച്ചയായും അല്ലാഹുവും അല്ലാഹുവിന്റെ മലക്കുകളും യുസല്ലൂന അലൻ നബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു, സലാം ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനൂ, ഓ നിങ്ങളെ, യുസല്ലൂന അലൻ, യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമൂ തസ്ലീമാ. അതേ അല്ലാഹു വിളിച്ചുകൊണ്ട് പറയുകയാണ്, അല്ലാഹുവും അവന്റെ മലക്കുകളും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അമലിനെ കുറിച്ചാണ് പറയുന്നത്. സ്വലാത്തും സ്വലാമും അല്ലാഹുവിന്റെ അടിമയായ അടിമകളിൽ ഉന്നത നിലയിലെത്തിയ
ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്തും സലാമും ചൊല്ലുന്നത് കൊണ്ട് ഞാൻ ചെയ്യുന്ന എൻ്റെ മലക്കുകളും ചെയ്യുന്നു എന്നെടുത്തു പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ നിങ്ങളും സ്വലാത്തും സലാമും ചൊല്ലണേ എന്ന് അല്ലാഹു പരിശുദ്ധ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. സൂറത്തുൽ അഹ്സാബിലെ 56-ാമത്തെ ആയത്താണത്. ഇത് നോക്കൂ പ്രിയപ്പെട്ടവരെ, ഇതാണ് വിജയത്തിന്റെ മാർഗം. ഇത് തന്നെയാണ് വിജയത്തിന്റെ മാർഗം. ഇത് തന്നെയാണ് ഖബൂലിയത്തുള്ള അമല്. നിസ്കരിക്കുന്നവരെത്രയാണ്, നോമ്പ് പിടിക്കുന്നവരെത്രയാണ്, സകാത്ത് കൊടുക്കുന്നവർ, സദഖ കൊടുക്കുന്നവർ, നല്ല നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നവർ, ഇതെല്ലാം സ്വീകരിച്ചോ ഇല്ലയോ എന്ന് നമുക്ക് ഓരോരുത്തർക്കും പറയാൻ സാധ്യമല്ല. മറിച്ച് അല്ലാഹു വാഗ്ദാനം ചെയ്ത മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവദാനങ്ങൾ പാടിപ്പുകഴ്ത്തുന്ന മധുര കീർത്തനങ്ങൾ സ്വലാത്തിലൂടെ നമ്മൾ സ്വലാത്തായി സലാമായി ചൊല്ലുമ്പോൾ ആ സ്വലാത്തുകൾ സലാമുകൾ സ്വീകരിക്കപ്പെടുകയാണ്. എന്തൊരു മഹത്വമാണിത്! ഹബീബിനുള്ള മഹത്വമാണ്. ആ സ്വലാത്തിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച. ഓ മുഅ്മിനീങ്ങളെ, നിസ്കരിക്കുന്നവരായാലും ഏത് അമൽ ചെയ്യുന്നവരാണെങ്കിലും സ്വലാത്ത് കൈമുതലാക്കി ജീവിച്ചാൽ അല്ലാഹു ഇന്നടുക്കൽ വലിയ വിജയമാണ്. മാത്രമല്ല, നമ്മളെ ഏത് പ്രയാസങ്ങൾക്കും പരിഹാരമാണല്ലോ സ്വലാത്ത്. നോക്കൂ, അതിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, സല്ലു അലയ്യ, എൻ്റെ മേൽ നിങ്ങൾ സ്വലാത്ത് ചൊല്ലുക. ഫഇന്ന സ്വലാത്ത അലയ്യ കഫാറത്തുൽ ലക്കും. നിങ്ങൾ എൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുമ്പോൾ നിങ്ങളിൽ നിന്ന് വന്നു പോകുന്ന അപരാധങ്ങളില്ലേ, നിങ്ങളിൽ നിന്ന് വന്നു പോകുന്ന തെറ്റുകുറ്റങ്ങളില്ലേ, അതിന് പ്രായശ്ചിത്തമാണ് കേട്ടോ. മാത്രമല്ല, നിങ്ങളെ ശുദ്ധീകരിക്കുന്നതാണ് സ്വലാത്ത്. നിങ്ങൾ ഏത് വൃത്തികേടുകൾ കാണിച്ചാലും തെറ്റുകൾ നിങ്ങളിൽ വന്നു പോകുമ്പോ അതിൽ നിന്ന് നിങ്ങളെ മാറ്റി നിർത്താൻ സാധിക്കുന്നതാണ് സ്വലാത്ത്. നിങ്ങൾ അതുകൊണ്ട് എൻ്റെ മേല് സ്വലാത്ത് ചൊല്ലണേ. ഫമൻ സല്ലല്ലാഹു അലൈഹി സ്വലാത്തൻ സല്ലല്ലാഹു അലൈഹി അശറാ. ആരെങ്കിലും എൻ്റെ മേലൊരു സ്വലാത്ത് ചൊല്ലിയാൽ അവന്റെ മേൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 10 സ്വലാത്ത് 10 ഗുണം ചെയ്യുന്നതാണ്. എൻ്റെ പേരിൽ നിങ്ങൾ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ മതി. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നൊരു സ്വലാത്ത് ഞാൻ ചൊല്ലിയല്ലോ. ആ ഒരു സ്വലാത്ത് ചൊല്ലുമ്പോൾ തന്നെ അല്ലാഹു നമ്മളെ പേര് 10 നന്മയാണ് വർഷിക്കുന്നത്. അത് നമ്മൾ അറിയാത്ത ഭാഗത്തിലൂടെ ആയിരിക്കും കിട്ടുക. അല്ലാഹു നമുക്ക് സ്വായത്തമാക്കാൻ തൗഫീക്ക് നൽകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആതാനി ആതിം മിൻ റബ്ബി അസ്സ വജല്ല. എൻ്റെ അടുക്കൽ വന്ന ഒരാൾ, എൻ്റെ അടുക്കൽ ഒരു മലക്ക് വന്നു. മലക്കിനെ കുറിച്ചാ പറയുന്നത്. ഫഖാല, എന്നിട്ട് പറയാണ്, മൻ സല്ലല്ലാ അലൈക മിൻ ഉമ്മത്തിക സ്വലാത്തൻ. അതേ നബിയേ, തങ്ങളുടെ ഉമ്മത്തിൽ നിന്ന് ഒരാൾ തങ്ങളെ മേൽ സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട്. സ്വലാത്തൻ കതബല്ലാഹു ലഹു ബിഹാ 10 ഹസനാത്ത്. നബിയെ, തങ്ങളുടെ പേരിൽ ഒരാൾ സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട്. നീ നിൽക്കുന്ന ഏത് മേഖലയിലാണോ, ഭൂമി ലോകത്ത് നീ എവിടെ നിന്നാണോ സ്വലാത്ത് ചൊല്ലുന്നത്, അത് നിന്റെ വീടിന്റെ അകത്തളങ്ങളിൽ നിന്നാകാം, അതെല്ലാം നീ ഇടപെടുന്ന മേഖലകൾ എവിടെയായാലും അവിടെ നിന്ന് നീ ചൊല്ലുന്ന സ്വലാത്ത് മലക്ക് അല്ലാഹുവിന്റെ റസൂലിന് എത്തിച്ചു കൊടുക്കുകയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറയുകയാണ്, അതേ ആ മലക്ക് വന്ന് പറയുന്നു, നബിയേ, തങ്ങളെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട്.
അപ്പോ സലാത്തിന് പകരമായി 10 നന്മ അല്ലാഹു രേഖപ്പെടുത്തി വെക്കുകയാണ്. കഴിഞ്ഞില്ല. അതേ, നിങ്ങൾക്കതാ ഒരു സ്വലാത്തിന്റെ പേരിൽ നിങ്ങൾക്ക് 10 ഹസനാത്ത് അല്ലാഹു എഴുതി വെക്കുന്നു. അതേ 10 തെറ്റുകുറ്റങ്ങൾ അവനെ തൊട്ട് അല്ലാഹു മായ്ച്ചു കളയുകയാണ്. അവന്റെ മേൽ അവനെ അല്ലാഹു 10 ദറജ 10 പദവി നൽകി ഉയർത്തുകയാണ്. അതിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സലാത്തിന്റെ മഹത്വമാണ്. കഴിഞ്ഞില്ല, ഇനിയും ഒരുപാട് മഹത്തുക്കൾ പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഇമാം തബറാനി റിപ്പോർട്ട് ചെയ്യുകയാണ്. മൻ സല്ല അലയ്യ വാഹിദൻ സല്ലല്ലാഹു അലൈഹി അശറാ. ഒരാൾ എൻ്റെ പേരിൽ ഒരു സലാത്ത് ചൊല്ലിയാൽ 10 സലാത്ത് അവന്റെ പേരിൽ അല്ലാഹു നിർവഹിക്കുന്നതാണ്. വമൻ സല്ല അലയ്യ അശറാ. അപ്പൊ ഒരാൾ 10 സലാത്ത് ചൊല്ലിയാലോ, ആ 10 സലാത്ത് ചൊല്ലിയാൽ സല്ലല്ലാഹു അലൈഹി മിഅതൻ, അല്ലാഹു അതേ അവന്റെ പേര് 100 സലാത്താണ്. 10 ഇരട്ടിയാണ് കൊടുക്കുന്നത്. ഒന്നിന് 10 ഇരട്ടിയാണ്. 1 ചൊല്ലിയാൽ 10, 10 ചൊല്ലിയാൽ 100. ഇങ്ങനെ ഒരു അമല് വേറേതാണ്. അള്ളാഹു ജീവിതത്തിൽ പകർത്താൻ തൗഫീഖ് നൽകട്ടെ. ഇനി ഒരാൾ 100 സ്വലാത്ത് ചൊല്ലിയാലോ, ഒരാളെന്റെ പേരിൽ 100 സ്വലാത്ത് ചൊല്ലിയാൽ കതബല്ലാഹു ലഹു ബൈന ഐനൈഹി, അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ 2 കണ്ണുകൾക്കിടയിൽ എഴുതി വെക്കുമത്രേ ബറാഅത്തുൻ മിനൻ നിഫാഖ്. അതേ, അവൻ നിഫാഖിൽ നിന്ന്, കാപഢ്യത്തിൽ നിന്ന്, കപടവിശ്വാസത്തിൽ നിന്ന്. ഇവിടെ കാണുന്ന വിദഗ്ധകാരില്ലേ, തലപ്പാവ് ധരിച്ച് നീളക്കുപ്പായമിട്ട് എല്ലാ സുന്നത്തുകളും ജനങ്ങൾക്ക് മുമ്പിൽ പ്രകടിപ്പിച്ച് ഞാൻ മുത്തുനബിയുടെ ആളാണെന്ന് വരുത്തി തീർക്കുന്ന രൂപത്തിൽ മുസ്ലിമീങ്ങളോടൊപ്പം പള്ളിയിൽ ജമാഅത്തിന് കൂടി എല്ലാ സദസ്സുകളിലും വന്നിരുന്ന അവസാനം അവർ മജ്ലിസ് എന്ന് പറഞ്ഞ് ദഅവത്ത് എന്ന് പറഞ്ഞ് ജനങ്ങൾ ഒരുമിച്ച് കൂട്ടി ഓരോ വീടിന്റെ കത്തളങ്ങളിലേക്കും അതേ ദഅവത്തിന് വേണ്ടി ഇസ്ലാമിലേക്ക് ഞങ്ങൾ ക്ഷണിക്കുന്നവരാണെന്ന് പറഞ്ഞ് പുറത്തിറങ്ങി തബ്ലീഗ് ജമാഅത്ത് എന്ന് പറയുന്ന ഉഗ്രവിഷമുള്ള ഒരു ആദർശ പ്രസ്ഥാനം രംഗത്ത് കേരളത്തിന്റെ പല മേഖലകളിലേക്കും ഇറങ്ങിച്ചെന്നുകൊണ്ട് നിഫാഖാകുന്ന, കാപഢ്യമാകുന്ന അവരുടെ അതേ ഹൃദയങ്ങളിൽ നിന്ന് വരുന്ന ഏറ്റവും വലിയ കാപഢ്യം മുത്തുനബിയെ ഇകഴ്ത്തുന്ന, ഇസ്ലാമിനെ താറടിക്കുന്ന പ്രവർത്തനങ്ങൾ. എന്നാൽ ഇവരെ കാണുമ്പോൾ തലക്കെട്ടിന് കുറവില്ല, വാലിന് കുറവില്ല, നീളക്കുപ്പായത്തിന് കുറവില്ല, സുന്നത്തുകൾ എടുക്കുന്നതിന് കുറവില്ല, ഇബാദത്തുകൾ ജനങ്ങളെ മുമ്പിൽ അതേ പ്രത്യക്ഷമായി ചെയ്യുന്നതിൽ കുറവില്ല, ആളുകളെ കാണുമ്പോൾ പുഞ്ചിരിക്കുന്നതിന് കുറവില്ല. ആശയവും ആദർശവും വഹാബിസമാണ്. ഇങ്ങനെയുള്ള കപടവിശ്വാസികളായ മുനാഫിക്കീങ്ങളായ തബ്ലീഗുകാർ, ആ തബ്ലീഗുകാരെ പോലെ ആവാതിരിക്കാൻ നിഫാഖ് വലിയ വിഷമാണ്. പ്രത്യക്ഷത്തിൽ പറയുന്നതല്ല, പരോക്ഷമായി രഹസ്യമായി പരിശുദ്ധ ഇസ്ലാമിനെ താറടിക്കുന്ന, ഇസ്ലാമിനെ ഒറ്റിക്കൊടുക്കുന്ന, ഇസ്ലാമിനെ നശിപ്പിക്കുന്ന മുസ്ലിം നാമധാരികൾ കഴിഞ്ഞു പോയിട്ടില്ലേ? മുത്തുനബിയുടെ കാലത്ത് നിഫാഖ് കപട വിശ്വാസത്തിന്റെ നേതാവാരാണ്? അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യ് ഇബ്നു സലൂലാണ്.
മുത്തുനബിയുള്ള മജ്‌ലിസിൽ, ഇൽമിന്റെ മജ്‌ലിസിൽ, ഹദീസിന്റെ മജ്‌ലിസിൽ അതേ ആദ്യം തന്നെ വന്നിരിക്കുന്ന അബ്ദുല്ലാഹ് ഇബ്നു സലൂലാണ്. പക്ഷേ ഇവിടുന്ന് കിട്ടുന്ന ഏതെല്ലാം കാര്യങ്ങളുണ്ടോ ശത്രുക്കളുമായി സംവദിക്കുകയാണ്, അതേ പരിശുദ്ധ ദീനിൽ ഇസ്ലാമിനെ താറടിക്കുകയാണ്. ഇങ്ങനെയുള്ള അബ്ദുല്ലാഹ് ഇബ്നു സലൂൽ അവസാനം ഈമാനില്ലാതെ മരിച്ചുപോയപ്പോ ആ അബ്ദുല്ലാഹ് ഇബ്നു സലൂലിന്റെ അനുയായികളായി തബ്ലീഗ് ജമാഅത്ത് എന്ന് രംഗത്ത് വരുന്നവരെ കാണുമ്പോൾ ഈ ഏതെല്ലാം പള്ളികളിൽ അവർക്ക് അവസരമൊരുക്കി കൊടുക്കുന്നുണ്ട്, ഏതെല്ലാം മേഖലയിൽ അവർക്ക് അവസരമൊരുക്കി കൊടുക്കുന്നുണ്ട്, ഏതെല്ലാം പള്ളികളിൽ സുബഹി നമസ്കാരത്തിന് ശേഷം മജ്‌ലിസുകൾ നടത്തി കൊടുക്കുന്നുണ്ട്, അത് ശരിയല്ല കേട്ടോ, അത് ദീനല്ല കേട്ടോ. നിഫാക്കിനെ ശരിക്ക് കാണേണ്ടത് അവരിലൂടെയാണ്. മുത്തുനബി ആക്ഷേപിക്കുന്നവരാണ് അവർ. മൗലിദിന്റെ മജ്‌ലിസ് പള്ളിയിലൊന്ന് നടത്തി നോക്കോ. ഈ പറയുന്ന സുന്നത്തുകൾ എടുക്കുന്ന, മിസ്വാക്കുകൾ കയ്യിൽ പിടിച്ചപ്പോൾ മിസ്വാക്ക് ചെയ്യുന്ന സുന്നത്തിന്റെ കട്ടകളാണ് ഞങ്ങളെന്ന് ധരിപ്പിക്കുന്ന രൂപത്തിൽ വേഷവിധാനത്തോടുകൂടി നടക്കുന്ന പള്ളികളിൽ ജമാഅത്ത് കഴിഞ്ഞാൽ പ്രത്യേകം സുജൂദ് ചെയ്തു ഞങ്ങൾ ഇബാദത്തിന്റെയും ആരാധനകളുടെയും ആളുകളാണെന്ന് പറഞ്ഞ് രംഗത്ത് വരുമ്പോ സുബ്ഹാനല്ലാഹ്, പള്ളിയിൽ ഒരു ഖാത്തീബ് നടക്കുമ്പോ, ഒരു ഹദ്ദാദ് മജ്‌ലിസ് നടക്കുമ്പോ, ഒരു മൗലിദിന്റെ മജ്‌ലിസ് നടക്കുമ്പോ അവരെ ആ ഭാഗത്തേക്ക് കാണുകയില്ല. മുഅ്മിനീങ്ങളെ, സലാത്ത് എന്ന് പറയുന്നത് അത് അതേ സലാത്ത് അള്ളാഹുവിന്റെ റസൂലിനെ ഇഷ്ടപ്പെടുന്നവരാണ് ആ സലാത്ത് ചെല്ലുകയുള്ളൂ, ആ സലാത്ത് ജീവിതത്തിൽ മുറുകെ പിടിക്കുകയുള്ളൂ. ആ സലാത്ത് മുഖേന വിജയിക്കാൻ സാധിക്കുന്നത് അവര് മാത്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, എന്റെ പേരിൽ ഒരാൾ ഒരു ദിവസം 100 സ്വലാത്ത് ചൊല്ലിയാൽ നിഫാഖ് വലിയ അപകടമാണ്, വിശ്വാസമല്ല. ആ വിശ്വാസത്തിൽ കാപട്യം കാണിക്കുന്ന ആളുകൾ, ആ കപട വിശ്വാസം എന്ന് പറയുന്ന നിഫാഖിന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ. സൂറത്തുൽ മുനാഫിഖൂനയിലൂടെ അല്ലാഹു പറയുന്നത് കാണാം, നിഫാഖുള്ളവർ, കാപട്യമുള്ളവർ, കപട വിശ്വാസികളായ ആളുകള് നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിലാണ്. അവർക്ക് മേൽത്തട്ടിൽ പോലും കിടക്കാൻ അനുവാദമില്ല. അവർ പരിശുദ്ധ ദീനിനെ കളങ്കപ്പെടുത്തിയവരാണ്. അതേ അവരുടെ ആ നിഫാഖിൽ നിന്ന് ഒഴിഞ്ഞവനാണ് ഇവനെന്ന് ഇവന്റെ 2 കണ്ണിന്റെ ഇടയിൽ എഴുതി വെക്കും. വബറാത്തും മിനന്നാർ, നരകമോചനം ലഭിച്ചവനാണെന്ന് എഴുതി വെക്കും. വഅസ്കനഹു യൗമൽ ഖിയാമത്തി മഅ ശുഹദാ, അവനതേ ബദറിലും മുഹദിലും ഖന്ദഖിലുമെല്ലാം ഷഹീദായ മഹാന്മാരായ സ്വഹാബത്തിന്റെ കൂടെ സ്വർഗത്തിൽ ഉല്ലസിക്കുന്നവരാണ്. 100 സ്വലാത്ത് ചെല്ലാൻ ഒരു 10 മിനിറ്റ് നമുക്ക് മതി. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അക്സിറു സ്വലാത്ത അലയ്യ ഫഇന്ന സ്വലാത്തകും അലയ്യ മഗ്ഫിറത്തുൻ ലിദുനൂബികും. നിങ്ങൾ ദിനേന അറിയാതെ തെറ്റുകൾ ചെയ്യുന്നവരായിരിക്കാം. ആ തെറ്റുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പൊറുക്കപ്പെടാനുള്ള ഏറ്റവും നല്ല മാർഗം അക്സിറു സ്വലാത്ത അലയ്യ, എന്റെ മേലിൽ നിങ്ങൾ സ്വലാത്ത് അധികരിപ്പിക്കുക. ഫഇന്ന സ്വലാത്തകും അലയ്യ, എന്റെ മേലിലുള്ള നിങ്ങളുടെ സ്വലാത്ത് അത് മഗ്ഫിറത്തുൻ ലിദുനൂബികും, നിങ്ങൾക്കുള്ള പാപമോചനമാണ്. വതുലൂബൂലി അദ്ദറജത്തുൽ വസീല, എനിക്ക് നിങ്ങൾ അദ്ദറജത്തുൽ വസീല എന്ന് പറയുന്ന ഒരു പദവിയെ നിങ്ങൾ തേടണം. അതേ ബാങ്കിന് ശേഷമുള്ള ദുആ അത് നമ്മൾ പഠിച്ചു വെക്കണം. റബ്ബ ഹാദിഹി ദഅവത്തി തമാ വസ്സലാത്തിൽ ഖായിമാതി മുഹമ്മദിൻ വസീല വൽ ഫദീല എന്ന് നബി തങ്ങൾക്ക് വസീലത്തും ഫദീലത്തും എന്ന പദവി ചോദിച്ചാൽ ആ പദവി നിങ്ങൾ എനിക്ക് വേണ്ടി ചോദിക്കണേ. ഇന്ന വസീലത്തി ഇൻദ റബ്ബി ശഫാഅത്തുൽ ലക്കും, ആ വസീലത്തെന്നുള്ള പദവി എന്താ?
നിങ്ങൾക്ക് വേണ്ടിയുള്ള റെക്കമെൻഡ് ആണല്ലോ. നാളെ ആഖിറത്തിൽ നിങ്ങൾ കുടുങ്ങിപ്പോകാൻ പാടില്ല. നിങ്ങളെ ഓർത്ത് ഞാൻ എപ്പോഴും ഉണ്ടാകും. വസീലത്ത് ഫളീലത്ത് ചോദിച്ചോ. മാത്രമല്ല മറ്റൊരു ഹദീസ് നോക്കൂ, ഞാൻ ഹദീസുകളാ പറയുന്നത്. ഇന്ന ഔലന്നാസി ബി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ എന്നോട് ഏറ്റവും അടുത്തവരാരാണ്? അക്സറുഹും അലയ്യ സ്വലാത്തൻ. മുത്തുനബിയെ ദുനിയാവിൽ വെച്ച് കാണാൻ സാധിച്ചില്ല. കണ്ടവർ വലിയ സന്തോഷവാന്മാരാണ്, കണ്ടവരും സന്തോഷവാന്മാരാണ്. ഈ ആഖിർ സമാനിന്റെ ചപ്പുചവറുകളായ നമ്മളല്ലായേ മുത്തുനബിയെ പോയിട്ട് മുത്തുനബിയെ കണ്ടവരെ കാണാത്തവരല്ലേ? അതേ ഈ സമയത്ത് സ്വലാത്ത് ചൊല്ലി 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 നമ്മുടെ നാവിനെ സ്വലാത്ത് കൊണ്ട് നനച്ചാൽ ആ മുത്തുനബിയെ നമുക്ക് കാണാം. മാത്രമല്ല മുത്തുനബിയെ ഏറ്റവും അടുത്ത ആളുകളാകാമല്ലോ. ഇതിനേക്കാൾ വലിയ സന്തോഷമെന്താ? ഇതിനേക്കാൾ വലിയ സന്തോഷം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മുത്തുനബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ സ്വലാത്ത് ചൊല്ലുന്നതിന് നിസ്കാരം ഇന്ന സമയത്ത് നിസ്കരിക്കണം. സുന്നത്ത് നിസ്കാരങ്ങൾ ഇന്ന സുന്നത്ത് ഒരു ടൈം വെച്ചിട്ടുണ്ട്. നോമ്പാണെങ്കിലും പല ദിവസങ്ങളിൽ പല സമയത്തും പിടിക്കണമെന്ന് പ്രത്യേകം സുന്നത്തുള്ള നോമ്പുകൾ ടൈം വെച്ചിട്ടുണ്ട്. സക്കാത്താണെങ്കിൽ സമ്പത്തുള്ളപ്പോഴാണ് നമ്മൾ കൊടുക്കേണ്ടത്, അതിനും ടൈമുണ്ട്. അങ്ങനെ പരിശുദ്ധ ഇസ്ലാമിൻ്റെ ഓരോന്നിനും ഓരോ ടൈം ഉണ്ടാകുമ്പോൾ നമ്മൾ സലാത്ത് ചൊല്ലുന്നതിൻ്റെ ടൈം എങ്ങനെയാണ്? മഹാനായ സഹാബി വൈദ്യന്നതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വരികയാണ്. അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യ് ഇബ്നു കഅബ്, മഹാനായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു, ആ സ്വഹാബി വന്നിട്ട് നബി തങ്ങളോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് ഇന്നി യുക്സിറു സ്വലാത്ത ഫകം മജാലു ലക മിൻ സ്വലാത്തി. നബിയെ, ഞാൻ തങ്ങളെ വേലധികമായി സ്വലാത്ത് ചൊല്ലാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ എങ്ങനെയാണ് സ്വലാത്ത് ചൊല്ലേണ്ടത്? എത്രയാ സ്വലാത്ത് ചൊല്ലേണ്ട കണക്ക് എത്രയാ? ഹബീബായ നബി തങ്ങൾ പറയാണ്, മാഷിത്താ ഉബയ്യേ, നീ ഉദ്ദേശിച്ചത് ചൊല്ലുക ഉബയ്യേ, നിനക്ക് എത്ര വേണമെങ്കിലും നിനക്ക് ചൊല്ലാം. മഹാനായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പറയാണ്, നബിയേ അർറുബു യാ റസൂലല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഉബയ്യ് ഇബ്നു കഅബ് തങ്ങൾ പറഞ്ഞു, ഞാൻ അതേ റുബു ചൊല്ലാം. 4 ഭാഗം ഞാൻ സലാത്തിന് വേണ്ടി മാറ്റിവെക്കാം. 24 മണിക്കൂറിൽ ഞാൻ 4 ഭാഗം സലാത്തിന് വേണ്ടി മാറ്റിവെക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞപ്പോ നബിയുടെ മറുപടി കണ്ടോ? മതി എന്നല്ല, നബി തങ്ങൾ പറഞ്ഞു, മാഷിത വഇൻ സിത്ത ഫവ ഖൈറുൽ ലക. ഓ ബയ്യേ, നിനക്ക് ഉദ്ദേശിച്ചത് ചെല്ലാം, നീ അധികരിപ്പിക്കുകയാണെങ്കിൽ നിനക്ക് ഖൈറാണ് എന്നാണ് നബി തങ്ങളുടെ മറുപടി. അപ്പോൾ ഉബയ്യ് പറഞ്ഞു, അസ്സുലുസു യാ റസൂലല്ലാഹ്, 3 ഭാഗം ഞാൻ ചൊല്ലാം, മറ്റേത് 4 ഭാഗമാണ്. ഞാൻ എൻ്റെ 24 മണിക്കൂറിനെ ഞാൻ 3 ഭാഗമാക്കിയിട്ട് അതിൽ 1 ഭാഗം സലാത്തിന് വേണ്ടി മാറ്റിവെക്കാം നബിയേ. നബി തങ്ങൾ മറുപടി കൊടുത്തു, മാഷിത്താ വഇൻ സിത്ത ഫവ ഖൈറുൽ ലക. ഉബയ്യേ, നീ എത്ര അധികരിപ്പിച്ചാലും നിനക്ക് ഖൈറാണ് ഉബയ്യേ. അപ്പോ ഉബയ്യ് ഇബ്നു കഅബ് തങ്ങൾ പറഞ്ഞത് ചെല്ലൂല എന്നല്ല, ഞാൻ ചൊല്ലി നിർത്തുന്നു എന്നല്ല പറഞ്ഞത്, കേട്ടോ? ഫന്നസ്തു യാ റസൂലല്ലാഹ്, എൻ്റെ 24 മണിക്കൂറിനെ ഞാൻ പകുതിയാക്കുകയാണ്. എൻ്റെ സമയത്ത് ആ 24 മണിക്കൂറിൽ 12 മണിക്കൂർ ഞാൻ സലാത്തിന് വേണ്ടി മാറ്റിവെക്കുന്നു നബിയേ.
ആ സമയത്ത് മുത്തുനബിയുടെ മറുപടി കേട്ടോ, ഉബയ്യേ, നീ എനിക്കിഷ്ടമുള്ളത് ചെല്ലാമെന്ന് പറഞ്ഞിട്ട് വീണ്ടും നബി തങ്ങളുടെ വായിൽ നിന്ന് നിർഗളിക്കുന്ന വാക്കുകൾ, അതേ നീ എത്ര ഇനിയും അധികരിപ്പിച്ചാൽ നിനക്കത് നന്മയാണ് ഉബയ്യേ, നിനക്കത് ഖൈറാണ് ഉബയ്യേ എന്ന് പറഞ്ഞപ്പോൾ ഫഖുൽതു അതേ വീണ്ടും പറയുകയാണ്, ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ 24 മണിക്കൂറിലും അതാ ഞാൻ ഒരു ഭാഗമൊഴിച്ച് ബാക്കി എല്ലാ സമയവും അതാ ഞാൻ സലാത്ത് ചെല്ലാൻ നബിയേ. വീണ്ടും നബി തങ്ങൾ മറുപടി കൊടുക്കുകയാണ്. അതേ മടുപ്പില്ലാത്ത നേതാവ് ശിഷ്യന്മാരുടെ ചോദ്യത്തിന് മടുപ്പ് കാണിക്കുന്നില്ല. നമ്മളൊരു 3 ചോദ്യം ചോദിക്കുമ്പോഴേക്ക് നിനക്ക് വേറെ പണിയില്ലേ എന്നല്ല ചോദിക്കുന്നത്, ക്ഷമയോടെ വീണ്ടും മറുപടി കൊടുക്കുന്നു. ഓ ഉബയ്യേ, നീ എത്ര അധികരിപ്പിച്ചോ അത് നിനക്ക് ഖൈറാണ് ഉബയ്യേ. ആ സമയത്ത് ഉബയ്യ് ഇബ്നു കഅബ് തങ്ങൾ പിന്തിരിഞ്ഞില്ല. അജ്അലു ലക സ്വലാത്തി കുല്ലഹാ, നബിയേ, എൻ്റെ എല്ലാ സമയവും എൻ്റെ ജീവിതത്തിലെ 24 മണിക്കൂർ എനിക്ക് എന്ത് ജോലിയുണ്ടെങ്കിലും അതിനിടയിൽ എൻ്റെ നാവ് കൊണ്ട് ചലിപ്പിക്കാൻ കഴിയുമല്ലോ. ഞാൻ അതേ നബിയേ സലാത്തിന്റെ ജീവിതത്തിലെ എല്ലാ സമയത്തും സലാത്ത് ചെല്ലുകയാണ്, ഞാൻ സലാത്താക്കുകയാണ്. അതെനിക്ക് നന്മയാണല്ലോ, അതെനിക്ക് വിജയമാണല്ലോ, വിജയത്തിന്റെ മാർഗമാണ് ഉബയ്യ് ഇബ്നു കഅബ് തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അല്ലാഹു സലാത്ത് ചൊല്ലി ചൊല്ലി മുത്തുനബിയെ കാണാൻ തൗഫീഖ് നൽകട്ടെ. കഴിഞ്ഞില്ല നബി തങ്ങൾ ഈ വാക്കെന്ന് കേട്ടപ്പോ സന്തോഷമായി. മുത്തുനബി പറഞ്ഞു, ഇദൻ തുഖ്ഫാ ഹമ്മക വയുഗ്ഫറു ലക ദംബുക, നിന്റെ എല്ലാ ടെൻഷനും നിനക്ക് മാറുന്നതാണ്, എല്ലാ ടെൻഷനും നിനക്ക് നീങ്ങുന്നതാണ്, എല്ലാ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും പ്രതിസന്ധികളും തട്ടിമാറുന്നതാണ്. നിനക്കതേ അല്ലാഹു നിന്റെ പാപങ്ങളെ പുറത്തു തരുന്നതാണ് എന്ന നല്ല കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടിയായി നൽകിയത് മഹാന്മാര് ഹദീസിലൂടെ വിശദീകരിച്ചു തരികയാണ്. അടിലേ അത്രയും. അപ്പൊ ഫുൾ ടൈം നമ്മൾ സ്വലാത്ത് ചൊല്ലിയാൽ നമുക്കത് വിജയമാണ്. സയ്യിദുനാ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അസ്സലാത്തു അല റസൂലി അലാ റസൂലില്ലാഹി യംഹഖു ലിൽ ഖതായാ മിനൽ മാഇ ലിന്നാർ, നരകത്തിന്റെ തീയെ കെടുത്തിക്കളയുന്ന വെള്ളം, ആ വെള്ളമാണ് സലാത്ത് എന്ന് പറയുന്നത്. ആ സലാത്ത് നിബിതങ്ങളെ പേര് നമ്മൾ ചൊല്ലണം. നിബിതങ്ങളെ പേര് സ്വലാത്ത് ചെല്ലുമ്പോൾ അതേ ഒരടിമയെ മോചിപ്പിച്ചതിനേക്കാളും പ്രതിഫലമാണ്. ലക്ഷങ്ങൾ കൊടുത്തൊരടിമയെ മോചിപ്പിക്കണം, അതിനേക്കാൾ പ്രതിഫലമാണ് സ്വലാത്ത് ചെല്ലുന്നത്. കഴിഞ്ഞില്ല, ഒരുപാട് മഹത്തുക്കൾ പറയുന്നുണ്ട്. ഞാൻ നിർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല സലാത്തിന്റെ ആളുകളാക്കി തരട്ടെ. 7 വിഭാഗം ആളുകൾ നാളാപ്പുറത്തിൽ പ്രയാസപ്പെടുമ്പോൾ 7 വിഭാഗം ആളുകൾക്ക് അല്ലാഹു അതേ യൗമലാദില്ല ഇല്ലാദില്ലുഹു എന്ന ഹദീസിൽ കാണാം. അല്ലാഹുവിന്റെ തണലില്ലാത്ത മറ്റൊരു തണലില്ലാത്ത സമയത്ത് അള്ളാഹ് നൽകുന്ന 7 വിഭാഗം തണൽ നൽകുന്ന ആളുകളെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്നാൽ അതല്ലാതെ മറ്റൊരു ഹദീസിൽ 3 വിഭാഗം ആളുകളെ കൂടി ആഡ് ചെയ്ത് പറയുന്നുണ്ട്. അതിലൊന്നാമത്തെ വിഭാഗമാണ്
അല്ലാഹുവിന്റെ നിഴലില്ലാത്ത നേരില്ലാത്ത സമയത്ത്, അതേ വേറൊരു നേരുമില്ല ഭൂമി ലോകത്ത്, ചെറിയൊരു വെയിൽ വരുമ്പോഴേക്ക് റോട്ടിലൂടെ പോകുമ്പോൾ ഒരു മരത്തണലിൽ നിൽക്കും എന്തൊരാശ്വാസമാണ്. എന്നാൽ സൂര്യൻ ഒരു ജാണ് മുകളിൽ, തലയുടെ മുകളിൽ സൂര്യനെ പ്രദർശിപ്പിക്കുമ്പോ അതേ കഴുത്തുവരെ വേർപ്പിൽ മുങ്ങിയിട്ട്, നെഞ്ചുവരെ വേർത്ത് മുങ്ങിയിട്ട്, വയറുവരെ കാലുവരെ ഇങ്ങനെ വേർപ്പിൽ മുങ്ങുന്ന സാഹചര്യത്തിൽ അല്ലാഹുവിന്റെ തണലാണ് അവിടെ രക്ഷയ്ക്കെത്തുന്നത്. ആ തണലിൽ 7 വിഭാഗം നമ്മൾ മറ്റു ഹദീസിൽ പഠിച്ചിട്ടുണ്ട്. എന്നാൽ ഇവിടെ പറയുന്നത് നോക്കൂ, മൻ ഫറജ അൻ മക്റൂബിൻ മിൻ ഉമ്മത്തി, എന്റെ ഉമ്മത്തിൽ നിന്ന് ഏതെങ്കിലും ഒരാളുടെ പ്രയാസമെന്ന്, എന്റെ ഉമ്മത്തിൽ നിന്ന് ഒരാളുടെ പ്രയാസം നീക്കിക്കൊടുത്താൽ അവനക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അർശിന്റെ തണൽ നൽകുന്നതാണ്. വമൻ നഹിയാ സുന്നത്തി, എന്റെ ചര്യയെ, എന്റെ സുന്നത്തുകളെ, എത്ര സുന്നത്തുകളാ മുത്തുനബി പഠിപ്പിച്ചത്. മുത്തുനബിയുടെ സുന്നത്തുകൾ എടുക്കാൻ ഇന്ന് മടിയുള്ളവരല്ലേ? ഫർള് തന്നെ ചെയ്യാൻ മടിയുള്ളവരാണ്, സുന്നത്തെടുക്കാൻ മടിയുള്ളവരാണ്, നിബിധങ്ങളെ ചര്യ മുറുകെ പിടിക്കാൻ മടിയുള്ളവരാണ്. മുടി വെട്ടുന്നത് ഏതെങ്കിലും പോപ്പുകായകന്മാരുടെ മോഡലിലാണ്. അതുപോലെ തന്നെ ഡ്രസ് ധരിക്കുന്നത് ഏതെങ്കിലും സിനിമാ നടന്മാരുടെ മോഡലിലാണ്. വായിൽ നിന്ന് വരുന്ന വാക്കുകൾ, ഡയലോഗ്സുകളെല്ലാം മറ്റു സിനിമാ നടന്മാരുടെ ഡയലോഗാണ്. അതേ സ്ഥാനത്ത് മുത്തുനബിയുടെ ചര്യ പിൻപറ്റാൻ, സ്വലാത്ത് ചൊല്ലാൻ, സുന്നത്ത് മുറുകെ പിടിക്കാൻ കഴിയുന്നില്ല. ഈ സമയത്ത് ഒരു തൊപ്പിയിടാൻ പോലും മടിയുള്ള കുട്ടികളാണ്, രക്ഷിതാക്കളാണ്, വിദ്യാർത്ഥികളാണ്, പ്രായം ചെന്നവരാണ്. നിസ്കരിക്കുമ്പോൾ പോലും തൊപ്പിയിടാൻ മടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാൻ, അതേ എന്റെ സുന്നത്തിനെ ഒരാള് അതേ ജീവൻ വെപ്പിച്ചാൽ അതാ അവനക്ക് അർശിന്റെ തണൽ ലഭിക്കുകയാണ്. വമൻ അക്സറ സലാത്ത അലയ്യ, എന്റെ മേലിൽ കൂടുതലായി സലാത്ത് ചെല്ലുന്നവർക്കും അർശിന്റെ തണൽ ലഭിക്കുമെന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇത് ചൊല്ലിയാൽ മാത്രമല്ല, ഒരാൾ ഒരു കിതാബിൽ എഴുതി, സലാത്ത് എഴുതി, മൻ സല്ലലിയ ഫീ കിതാബിൻ ലം തസലിൽ മലായികത്തു യസ്തഗ്ഫിറൂന ലഹു മാ ദാമ ഇസ്മി ഫീ ദാലികൽ കിതാബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് മഹത്തുക്കൾ രേഖപ്പെടുത്തുകയാണ്. എന്റെ പേരിലുള്ള സലാത്ത് ഒരാൾ ഒരു കിതാബിൽ എഴുതിയാൽ, ഒരു പുസ്തകത്തിൽ എഴുതി വെച്ചാൽ, അതേ മലക്കുകൾ ആ എഴുത്തു നിൽക്കുന്നോളം കാലത്തോളം, എന്റെ പേര് നിൽക്കുന്നോളം കാലത്തോളം, ആ സ്വലാത്ത് നിൽക്കുന്നോളം കാലത്തോളം, സുബ്ഹാനല്ലാഹ്, മലക്കുകൾ അവനക്ക് വേണ്ടി അല്ലാഹുമ്മ ഗ്ഫിർ ലഹു എന്നിങ്ങനെ ഇസ്തിഗ്ഫാർ, പാപമോചനം തേടിക്കൊണ്ടിരിക്കുമത്രേ. മഹാനായ ഞാൻ നിർത്തുന്നു ശാഫി ഇമാം റളിയല്ലാഹു തആല അൻഹു, അതേ മരിച്ചു വഫാത്തായ ഖബറടക്കിയതിനു ശേഷം ഒരു ശിഷ്യൻ സ്വപ്നത്തിൽ കാണുകയാണ്. ഷാഫി ഇമാമിനോട് ചോദിക്കുന്നു, അല്ല ഷാഫി ഇമാം തങ്ങളെ, അല്ല ഉസ്താദിന്റെ അവസ്ഥ എന്താ? പറഞ്ഞു, എനിക്ക് പ്രയാസങ്ങളൊന്നുമില്ല, പ്രതിസന്ധികളില്ല, ഞാൻ സന്തോഷവാനാണ്. ആ സമയത്ത് ശിഷ്യൻ ചോദിക്കുകയാണ്, ഏത് അമലാണ് ഖബറിൽ ഉപകാരപ്പെട്ടത്? ആ സമയത്ത് പറഞ്ഞു, ഞാനൊരു കിതാബ് റിസാല എന്ന് പറയുന്ന ഒരു കിതാബ് രചിച്ചപ്പോ ആ കിതാബിൽ അവസാനമായി ഞാൻ മുത്തുനബിയുടെ പേരിൽ ഒരു സലാത്ത് ഉണ്ടാക്കി എഴുതിയിട്ടുണ്ട്. അതേ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് എന്ന് പറയും. കുല്ലമാ ദക്കറഹു ദാക്കിറുൻ വഅഫലാൻ ദിക്രിൽ ആഫിലുൻ എന്നതാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. ആ സ്വലാത്ത് എഴുതിയതിന്റെ പേരിൽ എന്നെ ഖബറിൽ രക്ഷപ്പെടുത്തി കേട്ടോ.
കണ്ടില്ലേ, മലക്കുകളുടെ ഇസ്തിഗ്ഫാർ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. എത്ര ആളുകൾ ഇന്നും ആ റിസാല പോലുള്ള ഗ്രന്ഥങ്ങള് ചർവണം ചെയ്യുകയാണ്, ചർച്ച ചെയ്യുകയാണ്. ഇത് ഈ സ്വലാത്ത് അവർ ചൊല്ലുന്നുണ്ടല്ലോ. എത്ര സ്വലാത്തിന്റെ ഗ്രന്ഥങ്ങളിലാണ് ഈ സ്വലാത്ത് വന്നിട്ടുള്ളത്. ഈ സ്വലാത്തുകൾ ചൊല്ലിയതിന്റെ പേരിൽ, എഴുതിയതിന്റെ പേരിൽ രക്ഷപ്പെട്ടെങ്കിൽ സാധുക്കളായ നമ്മളുടെ കാര്യമെന്താ? സ്വലാത്ത് ചൊല്ലലല്ലാതെ വിജയമുണ്ടോ? ഒരുപാട് ചരിത്രം ഇനിയും പറയാനുണ്ട്. ഞാൻ നിർത്തുകയാണ്, ഒരുപാട് സമയമായതുകൊണ്ട് നിർത്തുകയാണ്. മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം. അതുകൊണ്ട് മുത്തുനബിയുടെ മേലുള്ള സലാത്ത്, ആ സലാത്ത് നമ്മൾ ചൊല്ലണം. നമ്മളെ കുടുങ്ങിപ്പോകുന്ന ചില സ്ഥലങ്ങളുണ്ട്. ആരെയും തിരിഞ്ഞു നോക്കാതെ, ചിന്തിക്കാതെ, ശ്രദ്ധിക്കാതെ പോകുന്ന സ്ഥലങ്ങളുണ്ട്. ഒന്നാമത്തെ സ്ഥലം മീസാന് തൂക്കുന്ന സ്ഥലമാണ്. മീസാൻ എന്ന് പറയുന്ന തുലാസ് തൂക്കുന്ന സമയം, നന്മതിന്മകൾ തൂക്കുന്ന സമയം. ആ സമയത്ത് എല്ലാവരും വിറങ്ങിച്ചു നിൽക്കുന്ന സമയമാണ്. അവിടെ ഒരാളെയും തിരിഞ്ഞു നോക്കൂല. അതുപോലെ തന്നെ ഏട് നൽകുന്നു. നന്മതിന്മകളുടെ ഏട് വലത് കൈയിലാണോ തരുന്നത്, ഇടത് കൈയിലാണോ തരുന്നത്, അവിടെ ചിന്തിച്ചു നിൽക്കുന്ന സമയമാണ്. അതേ സുറാത്ത് പാലം നെങ്ങാനും തെന്നിയാൽ നരകത്തിലേക്കാ പോകുന്നത്. ഈ 3 സ്ഥലങ്ങളിൽ ഒരാളെ കുറിച്ചും ഒരാളും ചിന്തിക്കൂല. എന്നാൽ ലോകത്തുള്ള മുഅ്മിനീങ്ങളെ കുറിച്ച്, സലാത്ത് ചൊല്ലിയവരെ കുറിച്ച് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ സഹായത്തിനെത്തുമെന്ന് മഹാന്മാര് പറയുകയാണ്. ഇങ്ങനെ ഒരു നേതാവിനെ നമ്മൾ വിട്ടെറിഞ്ഞ് ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഡിജിറ്റലിസത്തിന്റെയും അതുപോലെ തന്നെ ഇന്റർനെറ്റിന്റെയും ടെക്നോളജിയുടെയും കാലത്ത് അധാർമികത അരങ്ങ് തകർത്തുകൊണ്ട് നമ്മൾ എങ്ങോട്ടാണ് നമ്മളെ പോക്ക്? ഈ നേതാവല്ലേ നമ്മുടെ നേതാവ്, ഈ നേതാവിന്റെ ചര്യയല്ലേ നമ്മുടെ ചര്യ. ആ രീതിയിൽ ജീവിച്ച് നല്ല എല്ലാവരോടും സ്നേഹത്തോടെ, ബഹുമാനത്തോടെ, ആദരവോടെ, നല്ല ചിന്തയിലും നല്ല സ്വഭാവത്തിലും നല്ല മൈൻഡിലും നമ്മൾ ജീവിക്കേണ്ടത് മുത്തുനബി നമുക്ക് പഠിപ്പിച്ചു തന്നതാണ്. ആര് നമ്മളെ കുറ്റം പറഞ്ഞാലും, ചീത്ത വിളിച്ചാലും, ഗോവേക്ക് പറഞ്ഞാലും നമ്മൾ പുഞ്ചിരിയോടെ അവരെ ഏറ്റെടുക്കുന്നു, സ്നേഹത്തോടെ അവരെ സമീപിക്കുന്നു. ഈ രീതിയും ഈ ചര്യയും മുത്തുനബിയുടെ സുന്നത്തും സലാത്തുകളും എല്ലാം വിട്ടെറിഞ്ഞ് നമ്മൾ പോവുകയാണോ? മുസ്ലിം ഉമ്മത്ത് ചിന്തിക്കേണ്ട സമയമാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് എല്ലാവരും ചുരുങ്ങിയതൊരു 300 സലാത്തെങ്കിലും എല്ലാ ദിവസവും ചൊല്ലണം. ഞാൻ എൻ്റെ നഫ്സിനോടും നിങ്ങളോടും ആഹ്വാനം ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ് റബിയ മീഡിയയുടെ ഒരുപാട് നല്ല അറിവുകളുമായി വീണ്ടും നമുക്ക് കാണാം. റബ്ബ് സുബ്ഹാനഹു വ തആല മുത്തുനബിയുടെ ശഫാഅത്ത് നൽകി, മുത്തുനബിയോട് ഒന്നിച്ച് കൂടുതലായി സ്വലാത്തുകൾ ചൊല്ലി, മദീന അടക്കം സിയാറത്ത് ചെയ്ത്, മുത്തുനബിയുടെ റൗള സന്ദർശിച്ച്, മനാമിൽ മുത്തുനബിയെ കണ്ട് സ്നേഹത്തോടെ, റാഹത്തോടെ, സ്വർഗീയ അനുഭൂതിയോടെ ഖബറിന്റെ അകത്തളങ്ങളിൽ കിടന്ന് അവസാനം സ്വർഗത്തിൽ ഒരുമിക്കാനും ഒക്കെ നമ്മളോട് ബന്ധപ്പെട്ടവർക്കും ഈ ചാനൽ വീക്ഷിച്ച് ഇതുമായി ബന്ധപ്പെട്ട് സഹകരിച്ച് മുന്നോട്ട് പോകുന്നവർക്കും എല്ലാ മുഅ്മിനീങ്ങൾക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ എന്നുള്ള ആത്മാർത്ഥമായ ദുആയോടെ ഇൻഷാ അല്ലാഹ് വീണ്ടും പുതിയൊരു എപ്പിസോഡുമായി കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.